സോ ഫസ്റ്റ് കോയിൻ ഫോർജിന്റെ ഈ ഒരു സ്ക്രീൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിന്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഫസ്റ്റ് നമ്മുടെ സ്ലൈഡ് ഞാൻ പറയുന്നത് എപ്പോഴാണ് ഈ പറഞ്ഞ കോയിൻ ഫോർജ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോ നമ്മൾ എല്ലാം വേർഡ് ബൈ വേർഡ് നമ്മൾ വായിക്കണമെന്ന് ഞാൻ പറയില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നെക്സ്റ്റ് ജനറേഷൻ Web3 ഇക്കോസിസ്റ്റം ആണെന്നുള്ളത് കുറച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. എപ്പോഴും നമ്മുടെ അനസ് ബ്രോ പറയാറുണ്ട് ഈ Web1, Web2, Web3, അതായത് പുള്ളിയുടെ ഒരു രീതിയാണ്. ഈ Web3 എന്നുള്ളത് എന്താണെന്നുള്ളത് ആ 4 പേരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് കുറച്ച് നല്ല കാര്യങ്ങളായിരിക്കും. Web1 എന്നുള്ളത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. Web2 എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്ന കാലഘട്ടമായിരുന്നു. അതേമാതിരി മെയിൽ നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമായിരുന്നു. അവിടുന്ന് നമ്മൾ സ്ലോ ആയിട്ട് മൂവ് ചെയ്യണ ഒരു വിഷയമാണ് ഈ Web3 എന്നുള്ളത്, ഡിജിറ്റൽ ലോകത്തേക്ക് മാറുന്ന വിഷയം. ഏതൊരു കാര്യം ചേഞ്ച് എന്നുള്ളത് ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ. ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ ആ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും. ഗൂഗിൾ പേ ഒക്കെ 10 കൊല്ലം മുമ്പ് ഉണ്ടാവും എന്ന് ആരും വിചാരിച്ചില്ല. പക്ഷെ ഇന്ന് GPay ഇല്ലാത്ത ഒരു ഇതുമില്ല. ഒരു ചായയും കാപ്പിയും കുടിക്കാൻ പോലും നമ്മൾ GPay ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെയാണ് ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് ഇപ്പൊ ഓരോ ദിവസവും. സോ അങ്ങനെ നോക്കുമ്പോൾ Web3 എന്നുള്ള ലോകത്തെ പറ്റിയിട്ട് കുറച്ച് നമ്മൾ മനസ്സിലാക്കുക. വാട്ട് ഇസ് Web3, എന്താണ് അതിന്റെ കാര്യങ്ങൾ. ഞാൻ അതിന്റെ ഇന്റീരിയർ ഡീറ്റെയിൽസ് ഞാൻ പോണില്ല. പുതിയ ആളോട് പറയണത്, ഇന്നിപ്പോ നിങ്ങൾ ഒരു നോട്ട്ബുക്കും പേപ്പറും വെക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഇസ് Web3. ആ Web3 എന്നുള്ളത് ഒന്ന് എഴുതി ഇപ്പോ വെക്കുക. ആ Web3 ആരാണോ നിങ്ങളുടെ അപ്ലൈൻ അവരോട് പോയിട്ടൊന്ന് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ സ്പെൻഡ് ചെയ്താൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. മാത്രമല്ല ഇത് കോയിൻ ഫോർജ് ലോഞ്ച് ആയിരിക്കുന്നത് 13 മാർച്ച് 2025 എന്ന് വെച്ചാൽ അടുത്ത 1-2 മാസത്തില് നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു പ്രോഗ്രാം വന്നപ്പോ നമ്മുടെ സോ കോൾഡ് വളരെ നല്ല സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് 1 മാസം കിടക്കില്ല, ഇത് 3 മാസം കിടക്കില്ല, 6 മാസം കിടക്കില്ല. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് 1 കൊല്ലം കിടക്കില്ല എന്നാണ്. പറഞ്ഞോട്ടെ, അവർ എന്ത് വേണം പറഞ്ഞോട്ടെ, ബട്ട് വി വിൽ സ്റ്റാൻഡ് ടോൾ. ആ ഒരു വിഷയം എന്തായാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട. അതിനുള്ള ശക്തമായ ഗൈഡൻസ് നമ്മുടെ മെയിൻ ലീഡേഴ്സിന്റെ. ഞാൻ ഇപ്പോഴും ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞാലും ഞാൻ ഇപ്പോഴും ഐ ബിലീവ് നമ്മുടെ ആ ടോപ്പ് 3 എന്നുള്ളത് അല്ലെ, അമീൻ ഖാ, ഇലിയാസ് ഭായ് ആൻഡ് ഹസീം ഖാ, ഇവര് 3 പേരും നമ്മളെ ഒരു നല്ലൊരു ഗൈഡിങ് ലൈറ്റ് ആയിട്ടും ഒരു നല്ലൊരു പാതയിലേക്കാണ് കൊണ്ടുപോയിരിക്കണം എന്നുള്ളത് ഐ ഫേംലി ബിലീവ് ദാറ്റ്. സോ അവിടെ നമ്മൾക്ക് കോയിൻ ഫോർജ് റെപ്രസെന്റ്സ് മോർ ദൻ ജസ്റ്റ് എ ക്രിപ്റ്റോ കോക്ക്. ഇത് വെറും ക്രിപ്റ്റോ മാത്രമല്ല, ഇതൊരു നല്ലൊരു കമ്മ്യൂണിറ്റീനെ, സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റീനെ റെഡിയാക്കാനുള്ള ഒരു സംഭവമായിട്ടാണ് കോയിൻ ഫോർജ് വന്നിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ അടുത്ത സ്ലൈഡിൽ നമ്മുടെ മിഷൻ ആൻഡ് വിഷനെ പറ്റി പറയുന്നത്. ഇത് എല്ലാ കമ്പനിക്കും ഒരു മിഷനും ഉണ്ടാവും, ഒരു വിഷനും ഉണ്ടാവും. സോ എന്താണ് ഈ മിഷൻ, എന്താണ് ഈ വിഷൻ എന്നാണ്. ഇത് അവിടുന്ന് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ടെലിഗ്രാമിൽ എന്താണോ നമ്മൾ കിട്ടിയിരിക്കുന്നത് അതിനെ ഞാൻ ഇവിടേക്ക് പകർത്തിയിരിക്കുകയാണ്. ബട്ട് ഇതിൽ മനസ്സിലാക്കേണ്ടത് കോയിൻ ഫോർജ് മിഷൻ ഇസ് ടു എനേബിൾ ഇൻഡിവിജ്വൽസ് ഗ്ലോബലി ടു ഏൺ വെൽത്ത് എന്നാണ്. എന്ന് വെച്ചാൽ ലോകത്ത് എല്ലാവർക്കും നല്ല വരുമാനം വരാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ് കോയിൻ ഫോർജ്. ബൈ ഓഫറിംഗ് ട്രാൻസ്പെറന്റ് ഓട്ടോമേറ്റഡ് ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. വളരെ ക്ലിയർ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും അതിനെ തുറന്ന് നോക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഈ കോയിൻ ഫോർജ്. മാത്രമല്ല അവരുടെ വിഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ലക്ഷക്കണക്കായ ആൾക്കാർക്ക് ഇതൊരു ട്രസ്റ്റബിൾ പ്ലാറ്റ്ഫോം ആയിട്ട് കാണണം. ആൻഡ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവർക്കൊരു വിഷയമായിട്ട് കാണണം എന്നാണ് അവരുടെ വിഷൻ. സോ മിഷൻ ഉണ്ട്, വിഷനും ഉണ്ട്. അത് പ്രകാരമാണെന്ന് എനിക്ക് തോന്നുന്നു അവർ പോകുന്നത്. റൈറ്റ്. പിന്നെയാണ് നമ്മുടെ 4 കാര്യങ്ങളെ പറ്റി നമ്മൾ വരുന്നത്. ഇതിപ്പോ നമ്മള് മോർണിംഗ് സൂം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണത്, അല്ലെങ്കിൽ നമ്മൾ നേരെ സ്ലൈഡ് ബൈ സ്ലൈഡ് ഇങ്ങനെ പോകുന്നതായിരിക്കും. സോ 4 വിഷയങ്ങളാണ് നമുക്കറിയാം: ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, സ്മാർട്ട് കോൺട്രാക്ട് ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഈ 4 കാര്യം എന്തെന്നെ ആയാലും നമുക്ക് അറിഞ്ഞു വെക്കണം ഫ്രണ്ട്സ്. ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് പ്ലാനിനെ തുറന്ന് കാണിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ 4 കാര്യനെ പറ്റിയിട്ട് ഒരു പകുതി ദിവസം വേണമെങ്കിൽ ഓരോ പോയിന്റിനെ പറ്റി സംസാരിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ മതി. ടു മച്ച് ഇസ് ടു ബാഡ് എന്ന് പറയും അല്ലെ. അമൃതം കൂടുതലായാലും വിഷമാവും അല്ലെ. എന്റെ മലയാളത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളാണ്. അതാണോ അതിന്റെ ഫ്രേസ് എനിക്കറിയില്ല, ബട്ട് കേട്ട ഓർമ്മ. സോ ക്രിപ്റ്റോ കറൻസിയെ പറ്റി ഒരു 2-3 മിനിറ്റ് പറയുന്നത് നല്ല കാര്യമാണ്. എന്താ നമ്മൾ പറയാ, നോർമലി ഡിജിറ്റൽ കറൻസിയാണ്. ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് ഡിജിറ്റൽ കറൻസിയാണ്. അത് കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, മണക്കാൻ പറ്റില്ല. ബട്ട് ഇതൊക്കെ നമ്മുടെ നോർമൽ റുപ്പിയിൽ ചെയ്യാം അല്ലെ. നമ്മുടെ രൂപ നോട്ടിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. കുറച്ച് നമ്മൾക്ക് ബിറ്റ് കോയിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ദാറ്റ് ഇസ് 2008-09 കാലഘട്ടത്തില് ബിറ്റ് കോയിൻ എന്നുള്ളൊരു വിഷയം വന്നു. സതോഷി നാക്കമോട്ടോ, അതിനെ പറയണമെന്നില്ല. സതോഷി നാക്കമോട്ടോ എന്നൊരു വ്യക്തിയാണ് കൊണ്ടുവന്നിരിക്കണമെന്നാ പറയണം. ഇപ്പോഴും ഒരു
മനുഷ്യനെ ആരും കണ്ടിട്ടില്ല. സോ മൂപ്പരെ സംബന്ധിച്ചോളം അയാളുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു വെച്ചാല് ലോകത്ത് വൺ വേൾഡ് വൺ കറൻസി, അതായിരുന്നു മൂപ്പരുടെ ഒബ്ജക്റ്റീവ്. എന്ന് വെച്ചാൽ ലോകത്ത് എല്ലാവിടെയും ഈ പറഞ്ഞ ഒരു കറൻസി ആയിരിക്കണം, ഡിജിറ്റൽ കറൻസി ആയിരിക്കണം. ഇന്നിപ്പോ നമുക്ക് ഇന്ത്യയില് റുപ്പി ആണെങ്കിൽ ദുബായിൽ അത് ദിറമാണ്, US അത് ഡോളറാണ്, ജപ്പാനിൽ അത് യെൻ ആണ്, അല്ലെ? സോ ഓരോ കൺട്രിക്ക് ഓരോ കറൻസിയാണ്. അപ്പൊ അതൊന്നും അല്ലാണ്ട് ഒരു കറൻസി ആയിട്ട് മാറണം എന്നുള്ള ഒരു വിഷയമായിരുന്നു പുള്ളിയുടെ. സോ ആ ഒരു രീതിയിലാണ് മൂപ്പരുടെ പ്രോഗ്രസ്സും ഉണ്ടായിരുന്നത്. സോ അങ്ങനെ നോക്കുമ്പോ അത് കഴിഞ്ഞിട്ട് അന്ന് നമ്മൾക്ക് ബിറ്റ്കോയിൻ വന്നപ്പോ വെറും 50 പൈസക്കൊക്കെയാണ് അത്ര വന്നത്, 40-50 പൈസക്കൊക്കെ. പക്ഷെ അന്നിപ്പോ അത് 80 ലക്ഷത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 കോടി വരെ ടച്ച് ചെയ്ത ഒരു വിഷയമാണത്. സോ ആ ഒരു ഗ്രോത്ത് ഒരു വോളറ്റൈൽ കോയിനിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് അതിന് അപ്പ് ആൻഡ് ഡൗൺസും വരാറുണ്ട്, റൈറ്റ്? ഫെബ്രുവരിയിൽ അത് 1 കോടിയാണെങ്കിൽ ഇന്നിപ്പോ അത് 80 ലക്ഷമാണ്. നാളെ അത് വീണ്ടും അത് 1.25 കോടി ടച്ച് ചെയ്യാം. ബട്ട് ആ ഒരു ഇതല്ലാണ്ട് കോയിൻ ഫോർജ് എടുത്തിരിക്കുന്നത് ഒരു സ്റ്റേബിൾ കറൻസിയാണ്. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്നും ഒരു US ഡോളറിനെ പെഗ് ചെയ്തിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും. 94 ഇപ്പോഴത്തെ റേറ്റ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന്റെ പ്ലസ് ഓർ മൈനസ് 1-2 ഉറുപ്പ്യ അങ്ങോട്ടോ മാർക്കറ്റ് അനുസരിച്ചിട്ട് മാറാം. സോ ഇന്ന് നമ്മൾ യൂസ് ചെയ്യണത് USDT ആണ്. സോ ഇന്ന് നമ്മൾക്കൊരു സേഫ് ഫാക്ടർ ഉണ്ട് അവിടെ, റൈറ്റ്? ആൻഡ് മാത്രമല്ല ഈ ഒരു ക്രിപ്റ്റോ കറൻസി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഫ്യൂച്ചർ. ഇനി ഒരു 4-5 കൊല്ലത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കാര്യങ്ങൾ നടക്കുക. സോ ഏർലി ബേർഡ് ക്യാച്ചസ് ദ വർം എന്ന് പറയുന്ന മാതിരി ഏറ്റവും നേരത്തെ നമ്മളൊരു സംഭവത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് വളരെ കൂടുതലായിരിക്കും ഫ്യൂച്ചറിൽ. സോ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ കാണേണ്ടത് ഇതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്, അല്ലെ? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ളത് ഇപ്പോൾ ലോകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും ടച്ച് ചെയ്ത് കഴിഞ്ഞു. അത് IT ഇൻഡസ്ട്രി ആവട്ടെ, ലോജിസ്റ്റിക്സിന്റെ ഇൻഡസ്ട്രി ആവട്ടെ, ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ്സിലാവട്ടെ, റിയൽ എസ്റ്റേറ്റിലാവട്ടെ, ക്രിപ്റ്റോ കറൻസിയിൽ ഡെഫിനറ്റ്ലി ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. എന്താണ് അപ്പൊ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ളത് കംപ്ലീറ്റ് 100% സെക്യൂരിറ്റിയും ട്രാൻസ്പെറൻസിയും തരുന്ന ഒരു വിഷയമാണ്. എന്ന് വെച്ചാൽ ആർക്കും നമ്മളെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല, ഹാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അക്കൗണ്ടിനെ ഡെയിലി നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലെ? നമ്മുടെ ഈ അക്കൗണ്ട് ഹാക്കായി, ആ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്കായി, GPay അക്കൗണ്ട് ഹാക്കായി. സോ ഇതൊന്നും ഹാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയമാണ്. ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പോകണു. സോ അങ്ങനത്തെ ഒരു ടൈമിലാണ് നമ്മളിപ്പോ ഉള്ളത്. ആ ഒരു സമയത്ത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വളരെ വളരെ യൂസ്ഫുൾ ആയിട്ട് വരികയാണ്. ആർക്കും അതിനെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ എത്രയോ നെറ്റ്വർക്ക് കമ്പനീസ് സ്റ്റേജ് കയറിയിട്ട് ഞാൻ 10 ലക്ഷം അണിയുന്നു, 1 കോടി അണിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരാളുടെ റിസീവ് അഡ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അയാളുടെ എന്താണ് ജേർണി എന്നുള്ളത് നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും. സോ റിലയബിലിറ്റി 100% ആണെന്നാണ് ഇതിന്റെ ഒരു സാരാംശം, റൈറ്റ്? സോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ളത് സെക്യൂരിറ്റി ആൻഡ് ട്രാൻസ്പെറൻസിയിലാണെന്ന് വെക്കുക. മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ സ്മാർട്ട് കോൺട്രാക്ട്. സ്മാർട്ട് കോൺട്രാക്ട് എന്നുള്ളത് ഒരു സെൽഫ് എക്സിക്യൂട്ടിംഗ് പ്രോഗ്രാം ആണ്. എന്ന് വെച്ചാൽ ഒരു ഡെവലപ്പർ ഉണ്ടാവും. ആ ഡെവലപ്പർ ഒരു സ്മാർട്ട് കോൺട്രാക്ടിനെ ക്രിയേറ്റ് ചെയ്യണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു വ്യക്തിയെ ഞാൻ ഈ ബിസിനസിന്റെ അകത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് ഇത്ര കിട്ടും എന്നുള്ളത് ഓൾറെഡി ഒരു ഫോർമുല ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതിപ്പോ ആർക്കും അത് മാറ്റാൻ പറ്റില്ല. ഒരു സ്മാർട്ട് കോൺട്രാക്ടിനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം ഇനി ആർക്കും മാറ്റാൻ പറ്റില്ല. ഈ ഡെവലപ്പറിന് പോലും മാറ്റാൻ പറ്റില്ല. ഇതിലൊരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാല് കോയിൻ ഫോർജ് ഒരു കമ്പനി അല്ല, ഇതിനൊരു ഓണർ ഇല്ല. എപ്പോഴും ഇന്നലെ പോലും ഞാനൊരു പേഴ്സണ് ഞാൻ പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ പറഞ്ഞു, സാർ ഇത് എന്താ സാർ ഗ്യാരണ്ടി, ഇത് എത്ര കാലം പോവും, എന്താണ് ഇതിന്റെ ഇത്? വെരി സിമ്പിൾ. ഇതിന് വന്നിട്ട് ഈ അടുത്ത സ്ലൈഡിൽ ഈ ഡീസെൻട്രലൈസേഷനെ പറ്റി പറയുമ്പോൾ ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്യാം. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ആരും ഇവിടെ വന്നിട്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതില് ഒരു KYC ഇല്ല. ഈ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സെൽഫ് റണ്ണിങ് യൂണിറ്റ് ആണ്. ഇന്റർനെറ്റ് ഉള്ളിടത്തോളം കാലം, എന്റെ ഉത്തരം അതായിരുന്നു, ഇന്റർനെറ്റ് ഉള്ളിടത്തോളം കാലം ഈ പറഞ്ഞ സംഭവം സേഫ് ആയിട്ടും പ്രോപ്പർ ആയിട്ടും പോകും എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. സോ ഈ പറഞ്ഞ സ്മാർട്ട് കോൺട്രാക്ട് എന്നുള്ളത് എന്താണ്? ഒരു സെൽഫ് എക്സിക്യൂട്ടിംഗ് പ്രോഗ്രാം ആണ്. എന്റെ 8 സ്മാർട്ട് കോൺട്രാക്ട് ആണ് ഇതില് നമ്മുടെ ഫോർജ് റിവോൾവറിൽ. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഫോർജ് റേസ് ആണ്. അതിനെ ഞാൻ ഒന്ന് ടച്ച് ചെയ്യും. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഇതിന്റെ ഓരോ പ്രോഗ്രാമും സെപ്പറേറ്റ് ആണെന്നുള്ളത് ഇനി ഒരു നല്ലൊരു കാര്യങ്ങളാണ്. ഇതിനു മുമ്പ് ചെയ്ത പ്രോഡക്റ്റ് എല്ലാം ഒരേ സ്മാർട്ട് കോൺട്രാക്ട് ആയിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അതിലൊരു ചാലഞ്ച് വരാം. ഒന്നിൽ വന്നാൽ എല്ലാത്തിലും വരുന്ന മാതിരിയായിരുന്നു. സോ അതൊരു ബ്യൂട്ടിഫുൾ ഫാക്ടർ ആണ് നമ്മുടെ കോയിൻ ഫോർജിലുള്ളത്. ഒരു മിനിറ്റ് ഫ്രണ്ട്സ്, 1 മിനിറ്റ്.
ഓക്കെ, സോറി. സ്മാർട്ട് കോൺട്രാക്ട് ഇതാണ്, നമ്മുടെ ഒരു സെൽഫ് റണ്ണിങ് യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഡീസെൻട്രലൈസേഷൻ എന്നുള്ള വിഷയമാണ് അല്ലെ. സെൻട്രലൈസ്ഡ് എന്താണെന്ന് അറിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ലോകത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് 95% ഓർ ഈവൻ മോർ ദൻ 95% വേണമെങ്കിൽ പറയാം സെൻട്രലൈസ്ഡ് കാലഘട്ടത്തിലാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു കമ്പനിയിലാണെങ്കിൽ ആ കമ്പനിക്ക് ഒരു ഓണർ ഉണ്ടാവും, ഒരു ചെയർമാൻ ഉണ്ടാവും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു, ഫോർ എക്സാമ്പിൾ ആംവേ എന്നാണെങ്കിൽ ആംവേ എന്നുള്ള ഒരു കമ്പനിയാണ് അല്ലെ. ഇന്ന് ഒരു പ്ലാൻ പറയുന്ന ആൾക്കാരെ നാളെ ആ പ്ലാനിനെ മാറ്റാം. മോഡി കെയർ ഒരു ഗ്രേറ്റ് കമ്പനിയാണ്, എല്ലാം നല്ല കമ്പനീസ്, ആരെയും നമ്മൾ തെറ്റ് പറയില്ല. അവരവരുടെ ഇതിൽ ദേ ആർ ഗ്രേറ്റ്. പക്ഷെ ഇതേ കമ്പനി ഇതുവരെ 10-20 പ്രാവശ്യം പ്ലാൻ മാറ്റി കഴിഞ്ഞു. അവർക്ക് എന്ത് വേണമെങ്കിലും അവരുടെ ബിസിനസ് പ്ലാനിൽ മാറ്റാം. മാത്രമല്ല നിങ്ങളെ തന്നെ മാറ്റാം അവർക്ക്. ഒരുപക്ഷെ നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഒരു മീറ്റിങ്ങിന് പോയി ഇരിക്കുകയായിരിക്കും. അത് ആരെങ്കിലും ഒരാൾ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് അയച്ചാൽ അടുത്ത ദിവസം നിങ്ങളുടെ ID ടെർമിനേറ്റ് ചെയ്യും. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു വിഷയമാണ്. സോ നമ്മൾ എത്ര വർഷങ്ങൾ എത്ര ഇതിന് കൊടുത്താലും അവരെ സംബന്ധിച്ചോളം നമ്മൾ 100% അവർ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു ഇതിലാണ് അവരൊക്കെ ഉണ്ടാവുക. സോ അതൊരു ചെറിയൊരു ചാലഞ്ചാണ്. വേറെ ഇവിടെ ഡീസെൻട്രലൈസ്ഡ് വരുമ്പോ അതിനൊരു കമ്പനിയോ ഒരു ബോസോ ഓണറോ ഇല്ലയോ, നിങ്ങളാണ് നിങ്ങളുടെ ബോസ്. നിങ്ങളെ കൺട്രോൾ ചെയ്യണത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ 100% ഫണ്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. സോ ലോകത്ത് ഇതിപ്പോ ഈ പറഞ്ഞ ഇത് നിങ്ങൾ ഒരു ഐഡിയ അടിച്ച് നിങ്ങൾ അകത്ത് വരികയാണെങ്കിൽ എനി ടൈം ആർക്കും അതിനെ മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു നല്ല കാര്യം, റൈറ്റ്? സോ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് കാണുന്നത്. സോ 4 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, ഇത് ക്രിപ്റ്റോ കറൻസിയിലാണ് കോയിൻഫോർജ് റൺ ചെയ്യണത്. രണ്ടാമത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ് അഗൈൻ കോയിൻഫോർജ് റൺ ചെയ്യണത്. ഇതൊരു സ്മാർട്ട് കോൺട്രാക്ട് ബേസ്ഡ് ബിസിനസ് ആണ് കോയിൻഫോർജ്. നാലാമത് ഇതൊരു പ്യൂർ ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞ പേരിൽ കുറെ ആൾക്കാര് ഒരു സെൻട്രലൈസ്ഡ് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രസന്റേഷനിൽ ഇന്ന് ക്രിപ്റ്റോ പ്രോജക്ട്സിൽ നിറയെ പേര് സെൻട്രലൈസ്ഡ് എന്നും പറഞ്ഞിട്ട് ഡീസെൻട്രലൈസ്ഡ് എന്നും പറഞ്ഞിട്ട് അതിന്റെ ഓണറിന്റെ പേര് ഇയാളാണ്, ഇതിന്റെ പേര് ഇതാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമ്പനിയുടെ പേരൊക്കെ കൊടുക്കും. ഇത് അങ്ങനത്തെ ഒരു സംഭവം അല്ല എന്ന് മനസ്സിലാക്കുക, റൈറ്റ്? ഓക്കെ, നൗ ഇതിന്റെ ഒരു മെക്കാനിസം എന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു പോളിഗൺ ബേസ്ഡ് ബ്ലോക്ക് ചെയിൻ ആണ്. ലോകത്ത് കുറെ ബ്ലോക്ക് ചെയിൻസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് വേണമെങ്കിൽ പറയാം പോളിഗൺ എന്നുള്ള ബ്ലോക്ക് ചെയിനിലാണ് കോയിൻഫോർജ് റൺ ചെയ്യണത്. ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ട്രാൻസാക്ഷൻ എലിമെന്റ് എന്നുള്ളത് നമ്മുടെ ക്രിപ്റ്റോ എന്നുള്ളത് USDT ആണ്. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് വെരിഫൈഡ് പ്രോജക്റ്റ് ആണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു സ്മാർട്ട് കോൺട്രാക്ട് വെരിഫൈ ചെയ്യാതെയും ഉണ്ടാവും, ബട്ട് ഇതൊരു വെരിഫൈഡ് പ്രോജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഇതിനെ ഇനി മാറ്റാൻ പറ്റില്ല. വെരിഫൈഡ് അല്ലെങ്കിൽ ഒരു പക്ഷേ മാറ്റാൻ പറ്റും, പക്ഷെ ഇത് ഓൾറെഡി വെരിഫൈഡ് ആണ്. നോ ഹ്യൂമൻ ഇന്റർവെൻഷൻ. ഒരു മനുഷ്യന് ഉള്ളിൽ കടന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ നോ ചാൻസ്. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് റൺ ചെയ്യുന്ന ഒരു വിഷയമാണ്. 100% ഡീസെൻട്രലൈസ്ഡ്. അതിനെപ്പറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതൊരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം അല്ല, എല്ലാം തന്നെ 100% ഡീസെൻട്രലൈസ്ഡ് ആണ് എന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഗ്ലോബൽ ആക്സസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഗ്ലോബൽ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും ഈ ബിസിനസിനെ നിങ്ങളുടെ വീട്ടിനകത്ത് ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു കാര്യം, റൈറ്റ്? ഓക്കെ, സോ ഞാൻ പറഞ്ഞ മാതിരി നമ്മളിപ്പോ എല്ലാവരും 99% ആൾക്കാരും ഇപ്പോ ഒരുപക്ഷെ ഫോർജ് റിവോൾവിലാണ് ഫോക്കസ് ചെയ്യണത്. പക്ഷെ ഇന്നലെ നമ്മുടെ മമ്മൂട്ടിക്ക് പറയുമ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നലെ 6 സ്ലോട്ടും ഒരാൾക്ക് ഫോർജ് റേസിലും ഞാൻ സൈൻ അപ്പ് ചെയ്തു എന്ന്. സോ അതൊക്കെ ഒരു ഗ്രേറ്റ് കാര്യങ്ങളാണ്. സോ ഫോർജ് റേസിനെ പറ്റി ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾക്ക് ഫോർജ് റിവോൾവിലേക്ക് പോവാം. സമയം ഉണ്ടാവും എന്ന് വിചാരിക്കണു. 8 മണി വരെ സമയമുണ്ട്. അതിന് മുമ്പ് തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഫോർജ് റേസ് ഇതിപ്പോ ഇത്രയും നേരം ആവശ്യമില്ല. ഞാൻ ഇപ്പൊ പറയണം, ഇത്രയും നേരം നമുക്ക് ആവശ്യമില്ല. ഒരു നോർമൽ പ്രസന്റേഷൻ ആണെങ്കിൽ 20 to 25 മിനിറ്റ്സ് 25 മിനിറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഫുൾ പ്രസന്റേഷനെ ഡിജിറ്റലി കൊടുക്കാൻ പറ്റും, റൈറ്റ്? സോ ഫോർജ് റേസിനെ പറ്റി ഞാൻ പറയാറ് 2 വിധമായ ഏർണിങ്സ് ഉണ്ട്. ഒന്ന് 5Gen എന്നുള്ള ഒരു മോഡലാണ്, രണ്ടാമത് ഗ്ലോബൽ ഷെയർ എന്നുള്ള മോഡലാണ്. ഇതിനു മുമ്പ് നമ്മൾ ഫോർജ് റേസിന്റെ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ കുറെ സ്ലൈഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളിപ്പോ കുറെ സ്ലൈഡ് ഒന്നും കാണാൻ പോലില്ല, 2-3 കാണാൻ പോകുള്ളൂ. 5Gen എന്ന് വെച്ചാൽ എന്താണ്? 5Gen എന്നുള്ളത് മൊത്തം 6 സ്മാർട്ട് കോൺട്രാക്ട് ഉണ്ട്. അതിൽ 4 എണ്ണം 5Gen-ഉം 2 എണ്ണം ഗ്ലോബൽ ഷെയറിലാണ്. ഈ 5Gen എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ആരെങ്കിലും ഒരു വ്യക്തിയെ ആ 5Gen മാട്രിക്സിൽ കൊണ്ടുവരികയാണെങ്കിൽ, ആ 5Gen സ്മാർട്ട് കോൺട്രാക്റ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് ഉടനെ 40% ആണ് ഇൻസെന്റീവ്. 40% എനിക്ക് ഉടനെ കിട്ടും. എത്ര നേരത്തെ കിട്ടും എന്ന് നോക്കുകയാണെങ്കിൽ 1 സെക്കൻഡിൽ കിട്ടും, അല്ലെ?
നോർമലി നെറ്റ്വർക്കിംഗ് മാസത്തിൽ ഒരിക്കലായിരിക്കും പേ ഔട്ട്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും, അല്ലെങ്കിൽ ഡെയിലി പേ ഔട്ടും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അടുത്ത സെക്കൻഡ് ആണ് നമ്മുടെ പേ ഔട്ട് എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ്. രണ്ടാമത്, ഇത് ലെവൽ ഇൻകം. ഞാൻ ഒരു വ്യക്തിയെ കൊണ്ടുവരണമെങ്കിൽ ആ പുള്ളി എന്റെ ഫസ്റ്റ് ലെവലാണ്, ആ പുള്ളി ഒരാളെ കൊണ്ടുവരണമെങ്കിൽ അത് എന്റെ സെക്കൻഡ് ലെവലാണ്. അങ്ങനെ 3ഉം 4ഉം 5ഉം 5 ലെവൽ വരെ എനിക്ക് 8% വീതം കിട്ടും എന്നുള്ളതാണ് 5Gen ഇൻകമിന്റെ ഒരു ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ 40% റെഫറൽ ഇൻകം, 8 × 5 അതൊരു 40% എനിക്ക് ലെവൽ ഇൻകം, 80% നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് ഈ പറഞ്ഞ അമൗണ്ട് ഉണ്ടാവുക. ബാക്കിയുള്ള 20% എന്നുള്ളതാണ് റോയൽറ്റിക്കും പ്രോഡക്റ്റ് ഫണ്ടിനും വേണ്ടി മാറ്റി വെക്കുന്നത്. അതിപ്പോ റോയൽറ്റി എന്ന് പറഞ്ഞ മാതിരി തന്നെ ജനുവരി 1-ാം തീയതി മുതൽക്ക് അവർ തരാൻ തുടങ്ങി കഴിഞ്ഞു. സോ ഇതിൽ മൊത്തം ഈ 5 ലെവലിലും എത്രയാണെന്ന് പറഞ്ഞാല്, ആദ്യത്തെ ലെവലിൽ ഒരു മനുഷ്യന് 5 പേരെ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് വന്നാലും അത് സ്പിൽ ഓവർ ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ രണ്ടാമത്തെ ലെവലിലേക്ക് പോകും. ആ 5 × 5 എന്ന് പറയുമ്പോൾ 25, പിന്നെ 125, പിന്നെ 625, പിന്നെ 3125, മൊത്തം 3905 പേരുടെ ഒരു മാട്രിക്സ് എന്ന് ഓരോ വ്യക്തിയുടെ നമുക്ക് 8% കിട്ടും എന്നുള്ളതാണ് ഫോർജ് റേസിന്റെ ഒരു ലെവലിന്റെ 5Genന്റെ ഒരു സ്പെഷ്യാലിറ്റി. സോ അത് ഒരു സൈഡില്. രണ്ടാമത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഗ്ലോബൽ ഷെയർ. അവിടെ അതെ, നമ്മൾ ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ ആ പറഞ്ഞ 3-ാമത്തെയും 6-ാമത്തെയും സ്ലോട്ട് ഗ്ലോബൽ ഷെയറിന്റെയാണ്. സോ അവിടെ എനിക്ക് 40% ഇമീഡിയറ്റ് ആയിട്ട് കിട്ടും. ആൻഡ് ഗ്ലോബൽ ഷെയർ എന്നുള്ള വിധത്തിൽ നമുക്കൊരു 40% കിട്ടും. ഈ ഗ്ലോബൽ ഷെയർ എന്താണ്? എനിക്ക് മുമ്പ് ആരൊക്കെ വന്നു എന്റെ 40% ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് പോകും. മനസ്സിലായില്ലേ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് മുമ്പ് വന്ന എല്ലാവർക്കും 40% വിധിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് ഞാനും ആ കമ്മ്യൂണിറ്റിയിൽ ഒരു മെമ്പറായിട്ട് മാറുകയാണ്. ആ മാറിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ലോകത്ത് ഒരാൾ കോയിൻ ഫോർ ജോയിൻ ചെയ്താൽ അയാളുടെ 40% എനിക്കും ഒരു ചെറിയൊരു വീതം കിട്ടുന്നതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. സോ ഗ്ലോബൽ ഷെയർ എന്നുള്ളത് ഒരു പാസീവ് ഇൻകം ആണ്, ജോലി ചെയ്തിട്ടില്ലെങ്കിലും കിട്ടുന്ന ഒരു വിഷയമാണ് ഗ്ലോബൽ ഷെയർ. സോ 40% റെഫറൽ, 40% ഗ്ലോബൽ ഷെയർ, അതേമാതിരി 20% റോയൽറ്റി ആൻഡ് പ്രോഡക്റ്റ് ഫണ്ടിന് മാറ്റി വെക്കുന്നു. റൈറ്റ്. സോ ഇതിൽ ഞാൻ പറഞ്ഞ മാതിരി 4 ലെവല് 5Genലും 2 ലെവല് ഗ്ലോബൽ ഷെയറിലുമാണ്. എന്ന് വെച്ചാൽ മൊത്തം 6-ല് 1ഉം 2ഉം 4ഉം 5ഉം 5Gen ഇൻകം ആണ്. 3-ാമത്തെയും 6-ാമത്തെയും എന്നുള്ളത് ഗ്ലോബൽ ഷെയർ ആണ്. ഗ്ലോബൽ ഷെയർ ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള്. 3-ാമത്തെ സ്ലോട്ടിന്റെ റേറ്റ് 150 ആണ്. ആ സെന്ററിൽ ഉണ്ടാവും, നോക്കിക്കോളൂ. 150 ആണ് ഒരു 3-ാമത്തെ സ്ലോട്ടിന്റെ പ്രൈസ്. അതിലത്തെ 40% എന്ന് വെച്ചാൽ $60. ആ $60 ആണ് നിങ്ങൾക്ക് മുമ്പ് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് പോയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. റൈറ്റ്. അതേമാതിരി ഇപ്പൊ 6-ാമത്തെ സ്ലോട്ട് ആണെങ്കിൽ അതിന്റെ റേറ്റ് $300 ആണ്. അതിന്റെ 40% എന്നുള്ളത് $120 ആണ്. അതാണ് അവിടെ പോയിട്ട് ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. സോ ഇതൊരു സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫോർജ് റേസിനെ ടച്ച് ചെയ്തു പോയി എന്നുള്ളത് വേണമെങ്കിൽ പറയാം. റൈറ്റ്. ഇഷ്ടപ്പെട്ടവർക്ക് അത് ചെയ്യാം, നോ പ്രോബ്ലം. പിന്നെയാണ് നമ്മുടെ ബിഗസ്റ്റ് ഇന്നത്തെ ഒരു ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം, ഫോർജ് റിവോൾവ്. അല്ലെ? ഫോർജ് റിവോൾവ് എന്നുള്ളത് നമ്മുടെ ഡിസംബർ 7-നാണ് ലോഞ്ച് ചെയ്തത്. എന്ന് വെച്ചാൽ ഇന്നത്തോട് കൂടിയിട്ട് അത് കറക്റ്റ് ആയിട്ട് 1 മാസം കംപ്ലീറ്റ് ആവുകയാണ്. 7-ാം തീയതി മിഡ് നൈറ്റ് ആണ് അത് വന്നത്. സോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോർജ് റിവോൾവ് ഇസ് ടുഡേ 1 month ഓൾഡ്. ചെറിയൊരു കുട്ടിയാണ്, അല്ലെ? 1 മാസം ഉള്ള ഒരു ശിശുവാണ്. പക്ഷെ ഈ ചെറിയൊരു കുട്ടി കുറെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോ ലോകത്തെ എല്ലാ കോർണറിലേക്കും ഈ പറഞ്ഞ ശബ്ദം കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞു. എത്രയോ ആൾക്കാർക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു ജേർണിയിൽ തുടങ്ങി കഴിഞ്ഞു. ഒന്നുമില്ലാത്ത ആള് ഇന്നിപ്പോ ഒരു വീട് കെട്ടണം എന്നുള്ള ഡ്രീം വരാൻ തുടങ്ങി കഴിഞ്ഞു. ഒന്നുമില്ലാത്ത ആള് ഇന്നൊരു iPhone 17 Pro Max വാങ്ങണം എന്നുള്ള ഒരു ഡ്രീം വന്നു കഴിഞ്ഞു. ഒന്നുമില്ലാത്ത ആള് ഇന്നൊരു കാർ ബുക്ക് ചെയ്യാനായിട്ട് ധൈര്യമായിട്ട് പോയിട്ട് അവിടെ പോയി ബുക്ക് ചെയ്യാനുള്ള ഒരു രീതിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. ഇതൊക്കെ കാരണം എന്നെ സംബന്ധിച്ചോളം ഫോർജ് റിവോൾവിന്റെ ഒരു കോൺഫിഡൻസും അവരുടെ ആ ഒരു ബിലീഫും ആണ്. റൈറ്റ്. സോ ഫോർജ് റിവോൾവ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർജ് റിവോൾവ് എന്നുള്ളത് ഒരു 8 സ്മാർട്ട് കോൺട്രാക്ട് അടങ്ങിയ ഒരു വിഷയമാണ്. 8 സ്മാർട്ട് കോൺട്രാക്ട്. ഓരോ കോൺട്രാക്റ്റും ഡിഫറെന്റ് ആണ്. ഓരോ കോൺട്രാക്റ്റിനും ഓരോ റേറ്റ് ആണ്. സോ ആദ്യത്തെ കോൺട്രാക്ട് $15 ആണെങ്കിൽ അടുത്തത് 25 ആണ്. പിന്നെ 50, 100, 200, 400, 800 ആൻഡ് 1500. സോ ഇങ്ങനെ 8 കോൺട്രാക്ട് ആണ് ഉള്ളത്. നിങ്ങൾക്ക് എത്ര കോൺട്രാക്ട് വേണമെങ്കിലും വാങ്ങാം. മൊത്തം വാങ്ങാം, പകുതി വാങ്ങാം, ഒരെണ്ണം വാങ്ങാം. ദാറ്റ് ഇസ് യുവർ ചോയ്സ്. നമ്മുടെ പ്രോസ്പെക്ടിന്റെ എന്താണ് അവിടുത്തെ ആവശ്യം, എന്താണ് അവരുടെ പൊട്ടൻഷ്യൽ വെച്ച് നിങ്ങൾ പോയി സജസ്റ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ അപ്ലയൻസ് ചെയ്ത് തരും. റൈറ്റ്. സോ ഇതിന് ഒരു പേരും കൊടുത്തിട്ടുണ്ട് അവര്.
ഒന്ന് T3 ആണ്, മറ്റേത് T14 ആണ്. ഒന്നെന്ന് പറയുന്നത് ഇതിൽ മൊത്തം രണ്ട് വിധമായ മോഡലാണ്, ഏർണിംഗ് പൊട്ടൻഷ്യൽ ആണ്. ഒന്ന് T3 മോഡൽ, ഒന്ന് T14 മോഡൽ. ആദ്യത്തെ സ്മാർട്ട് കോൺട്രാക്ട് T3 ആണെങ്കിൽ അടുത്തത് രണ്ടെണ്ണം T14 ആണ്, അടുത്ത രണ്ടെണ്ണം T3 ആണ്, പിന്നെ രണ്ടെണ്ണം വീണ്ടും T14 ആണ്, ലാസ്റ്റ് വൺ T3 ആണ്. സോ 4 അറ്റത്ത് നോക്കുകയാണെങ്കിൽ T3 ആണ്, 4 അറ്റം. നടുക്കിലുള്ള 4 എണ്ണം T14 ആണ്. സോ T3 എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നാൽ T3 പറ്റി നമുക്ക് ഫുള്ളായി മനസ്സിലാക്കാം. T14 എന്താണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ T3യും ഒരേ മാതിരിയാണ് വർക്ക് ചെയ്യുക, എല്ലാ T14ഉം ഒരേ മാതിരിയാണ് വർക്ക് ചെയ്യുക. ബിസിനസ് മോഡൽ ഒന്ന് തന്നെയാണ്, റേറ്റ് പ്രകാരം മാറുന്നു മാത്രം. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു $100 ഒരാൾ വരികയാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിക്കല്ലേ $1000 ഒരു എക്സാമ്പിൾ ആയി വെക്കട്ടെ. T3യില് ഒരാള് $1000 ഇൻവെസ്റ്റ് ചെയ്തു, അതാണ് നിങ്ങളെന്ന് വെച്ചോളൂ. യു ഹാവ് ഇൻവെസ്റ്റഡ് $1000. ഒരു $1000 വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് എനെ കൊണ്ടുവരണം ഈ ബിസിനസ്സിലേക്ക്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, ആംവേ മാരി മറ്റേ എല്ലാ മാരിയുള്ള നെറ്റ്വർക്ക് ജനറൽ നെറ്റ്വർക്ക് കമ്പനീസിൽ ഒരു 10 മുതൽ 20% നമ്മൾക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നതാണ് അല്ലെ. ആ 10 to 20% വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 80% ആണ്, 80%. ഞാൻ $1000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്റെ ഒരു ഫ്രണ്ടിനെ അതേ ഇൻവെസ്റ്റ്മെന്റോട് കൂടി കൊണ്ടുവരുമ്പോൾ എനിക്ക് തിരിച്ചു കിട്ടുന്നത് $800 ആണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്റെ ഈ 25 കൊല്ലത്തിന്റെ കരിയറിൽ ഇങ്ങനത്തെ ഒരു റിട്ടേൺ കിട്ടുന്ന ഏതൊരു ബിസിനസ് ഞാൻ കണ്ടിട്ടില്ല. റൈറ്റ്. സോ ഇത് നമ്മുടെ T3 മോഡലിന്റെ ആദ്യത്തെ മെമ്പർ വരുമ്പോഴാണ്. രണ്ടാമത്തെ ഒരാൾ വരുമ്പോൾ വീണ്ടും നമ്മൾക്ക് ഒരു 80% ആണ് കിട്ടുന്നത്, 80%. സോ നമ്മുടെ 100 rupees ഇട്ടാല് 160 rupees കിട്ടുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ T3 മോഡലിന്റെ ആദ്യത്തെ 2 പേര്. മൂന്നാമത്തെ ആള് വരുമ്പോ നമുക്ക് എന്താണ് നടക്കണം വെച്ചാല് അവിടെ ഒരു റീസൈക്കിൾ എന്നൊരു വിഷയം നടക്കുന്നുണ്ട്. ആ റീസൈക്ലിംഗില് ആ അമൗണ്ട് എന്താണോ അവിടെ കിട്ടുന്നത് അത് നേരെ നമ്മുടെ അപ്ലൈനാണ് പോണത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രൊഡ്യൂസറിനാണ് മിക്കവാറും പോവുക. ഇൻട്രൊഡ്യൂസറും ഈ പറഞ്ഞ മൂന്നാമത്തെ സ്ലോട്ടിൽ അങ്ങനെ വെയിറ്റിംഗ് ആണെങ്കിൽ അത് മുള്ളിയെ ടച്ച് ചെയ്തിട്ട് അത് അതിന്റെ അപ്ലൈനെ പോയി തെരഞ്ഞ് അവിടെ കൊടുത്തോളും. പക്ഷെ ഞാൻ അതല്ല പറയണം, അത് എവിടെ പോകുന്ന എന്താണ് പോകുന്ന റിസർച്ച് ചെയ്യണേക്കാട്ടിലും ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. T3യില് എനിക്ക് 2, മറ്റൊന്ന് വേറെ ആർക്കോ അത് എന്റെ അപ്ലൈൻ ആയിക്കോട്ടെ, സൂപ്പർ അപ്ലൈൻ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. T3 എന്ന് വെച്ചാൽ എനിക്ക് 2 ഇൻകം ഉണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക, ഈ റീസൈക്ലിംഗ് എന്നുള്ള വിഷയം നടന്നു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ABC എന്നുള്ള സ്ലോട്ട് വീണ്ടും ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആവും. വീണ്ടും നിങ്ങൾക്ക് 80% റീസൈക്കിൾ, വീണ്ടും 80% റീസൈക്കിൾ. ഒരു ഇൻവെസ്റ്റ്മെന്റ്, സിംഗിൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് വെച്ച് നമ്മൾക്ക് എത്ര സൈക്കിൾ വേണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം. ഈ ABC ഫിനിഷ് ചെയ്യുന്ന പേരാണ് 1 സൈക്കിൾ. ഒരു ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് ഒരാൾക്ക് 1 അല്ല 10 അല്ല 100 അല്ല എത്ര കണക്ക് വേണമെങ്കിലും നമുക്ക് റീസൈക്കിൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിലെ ഒരു ബ്യൂട്ടി. സോ T3യെ സംബന്ധിച്ചോളം നമ്മൾക്കൊരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളൊരു ബിസിനസ് പ്ലാൻ കിട്ടിയെന്നാണ് അർത്ഥം. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് T14 അല്ലെ. T14ല് നിങ്ങൾ വെറും 2 പേരെ കൊണ്ടുവന്നാൽ എനിക്ക് എന്ത് കിട്ടും എന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത്. അത് നമുക്ക് നോക്കാം. നമ്മള് ഒരു $1000 വെച്ച് വന്നു അകത്തേക്ക്. ആദ്യത്തെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. ആദ്യത്തെ വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് 50% ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചു കിട്ടുന്നത്. 50 എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കണം വെച്ചാല് 30 + 20. 30 എന്നുള്ളത് എന്റെ ഡയറക്റ്റ് കമ്മീഷൻ ആണ്, അല്ലെങ്കിൽ ഇൻസെന്റീവ് ആണ്. 20 എന്നുള്ളത് എന്റെ ലെവൽ ഇൻസെന്റീവ് ആണ്. റൈറ്റ്. ഇത് എന്റെ ഫസ്റ്റ് ലെവൽ ആയത് സ്ഥിതിക്ക് എനിക്ക് 20 കിട്ടും. രണ്ടാമത്തെയും മൂന്നാമത്തെയിലും എനിക്ക് 10% ആണ് കിട്ടുക. സോ 30 + 20 ഒരാൾ വരുമ്പോ, രണ്ടാമത്തെ ആൾ വരുമ്പോ വീണ്ടും ഒരു 30 + 20. ഈ 14നെ അവര് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിച്ചാല് ആദ്യത്തെ ലെവലില് 2, രണ്ടാമത്തെ ലെവലില് 4, മൂന്നാമത്തെ ലെവലില് 8. സോ 2 + 4 + 8 എന്ന് പറയുമ്പോ 14 പേരായി. ഇനിയിപ്പോ എന്താ സംഭവിക്കണം, നിങ്ങൾ ആരെയും കൊണ്ടുവരുന്നില്ല. നിങ്ങൾ 2 പേരെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഈ ബിസിനസ്സിലേക്ക്. രണ്ടാമത്തെ ഒരു ആദ്യത്തെ ഫ്രണ്ട് നിങ്ങൾക്ക് ഒരാളെ കൊണ്ടുവരുമ്പോ അയാൾക്ക് 50% കിട്ടും, പക്ഷെ നിങ്ങൾക്ക് ഒരു 10% എക്സ്ട്രാ കിട്ടും. അങ്ങനെ മൂപ്പര് 2 പേര് കൊണ്ടുവരുമ്പോ അവിടെ ഒരു 20, പിന്നെ ഇവിടെ ഒരു 20, മൊത്തം 40% നമുക്ക് രണ്ടാമത്തെ ലെവലിൽ കിട്ടും. അതിനു വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു എന്നല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ 40% നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. അതേമാതിരി തന്നെ നമ്മുടെ മൂന്നാമത്തെ ലെവലിലും നമുക്ക് ഓരോ ആള് വരുമ്പോഴും എനിക്ക് 10% വീതം കിട്ടും എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. എന്ന് വെച്ചാല് നമുക്ക് 80% കിട്ടും മൂന്നാമത്തെ ലെവലില്, 80%. ഇതിലൊരു
കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ സെക്കൻഡ് ലെവലിലോ തേർഡ് ലെവലിലോ എവിടെയെങ്കിലും നിങ്ങളാണ് ഒരാളെ കൊണ്ടുവന്ന് വെച്ചാൽ, നിങ്ങളാണ് ഒരാളെ വ്യക്തിയെ കൊണ്ടുവരുന്ന വെച്ചാൽ അവിടെ ഒരു അഡീഷണൽ 30% കൂടി കിട്ടും. ഈ 10ന്റെ കൂടെ ഒരു അഡീഷണൽ 30 കൂടി കിട്ടും. എന്താ ഈ 30? ഇതാണ് ഡയറക്റ്റ് ഇൻസെന്റീവ്. ഓൾറെഡി നമ്മൾ ആദ്യത്തെ ലെവലിൽ കണ്ടുവല്ലോ. ആ 30% കൂടി നിങ്ങൾ ആഡ് ചെയ്യാം. സോ ഇതിന്റെ ഇടയ്ക്ക് പിടിച്ച് എവിടെയെങ്കിലും 3-4 ആൾക്കാർ നിങ്ങളുടെ ആൾക്കാരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു അഡീഷണൽ 30% കിട്ടും എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അവിടെ ലാസ്റ്റ് 3ാമത്തെ സ്ലോട്ടിൽ റീസൈക്ലിംഗ് നടക്കുന്ന മാതിരി ഇവിടെ അതെ 14ാമത്തെ സ്ലോട്ടിൽ ഒരു റീസൈക്കിൾ നടന്നിട്ട് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു 14 സ്ലോട്ട് ഓപ്പൺ ആവുകയാണ്. അവിടെ വീണ്ടും കാര്യങ്ങൾ ഫിൽ ആയിക്കൊണ്ട് പോകും. സോ ഇതൊരു നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇതില് സ്പിൽ ഓവർ എന്നുള്ള വിഷയം കുറെ കിട്ടുന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ഹാപ്പി ഫീലിംഗ്, റൈറ്റ്? ഇപ്പൊ ഇത് ഞാൻ അടുത്ത ഇതിൽ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ലെവലിൽ നമുക്ക് എത്ര കിട്ടിയിരിക്കാന്ന് വെച്ചാല് ലെവൽ 1ല് 100% കിട്ടി എന്ന് വെച്ചാൽ ഞാൻ $1000 ഇൻവെസ്റ്റ് ചെയ്തു, 2 പേരെ കൊണ്ടുവന്നു, എനിക്ക് $1000 തിരിച്ചു കിട്ടി. പിന്നെ ഉള്ളതില് എല്ലാം എന്താ പറയാ സ്പിൽ ഓവർ ഇൻകം ആണ്. ആരോ ചെയ്ത വർക്കിന് എനിക്ക് കിട്ടുന്നു എന്നാണ്. സോ L2ല് ലെവൽ 2ല് എനിക്ക് 40% കിട്ടി, ലെവൽ 3ല് എനിക്ക് 80% കിട്ടി. എന്ന് വെച്ചാൽ ടോട്ടൽ ആയിട്ട് എനിക്ക് 220% ആണ് ഇതിൽ കിട്ടുന്നതെന്നാണ് ഇതിലൊരു ബ്യൂട്ടി. നോർമലി ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ, ദാറ്റ് ഇസ് ഒരു ഇന്ത്യൻ നോർമൽ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പൈസ കൂടുതൽ ഉണ്ടെങ്കിൽ എവിടെയാ പോയി ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നോർമലി ബാങ്കിൽ FD ആയിരിക്കാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗോൾഡിലായിരിക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഓർ സ്റ്റോക്ക് മാർക്കറ്റ് ആയിരിക്കാം. മിക്കവാറും ഈ 4 കാര്യങ്ങളിലായിരിക്കും ആൾക്കാർ ഇടുന്നത്. ഒരുപക്ഷെ ചില ആൾക്കാർ അതിനെ ഇൻഷുറൻസിനെയും ഒരു സേവിങ് പൊട്ടൻഷ്യൽ ആയിട്ട് കാണാറുണ്ട്. ബട്ട് ഇവിടെ എല്ലാം നോക്കുകയാണെങ്കിൽ നമ്മുടെ റിട്ടേൺസ് വർഷത്തിന് വളരെ വളരെ ചുരുക്കമാണ്. FD ആണെങ്കിൽ 7-8% ഒക്കെയാണ് കിട്ടുന്നത്. സീനിയർ സിറ്റിസൺ ഒക്കെ ആണെങ്കിൽ 8 കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അതില്ല. പിന്നെ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ്, ഞാനും ഒരു 5-6 കൊല്ലം റിയൽ എസ്റ്റേറ്റ് ചെയ്ത ആളാണ്. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടിലും കൂടിയാൽ നിങ്ങൾ ലക്കിയാണ്. ആ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിലാണ് ഇപ്പോ നമ്മുടെ ഇത് പോകുന്നത്. പിന്നെ നമ്മൾക്ക് അറിയണതാണ് മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്ക് മാർക്കറ്റും. അത് കംപ്ലീറ്റ് റിസ്ക് ആണ്. കിട്ടിയാ കിട്ടി, പോയാ പോയി, അല്ലെ? അങ്ങനത്തെ ഒരു വിഷയമാണ് അത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ എന്താ പറയാ ഗോൾഡ് എന്നുള്ളത്, ഗോൾഡ് ഈ കൊല്ലം നല്ലൊരു റിട്ടേൺ ആയിരുന്നു, പക്ഷെ എല്ലാ കൊല്ലം ആയിക്കൊള്ളണമെന്നില്ല. ഓൾ സെഡ് ആൻഡ് ഡൺ എത്ര ആയാലും ഒരു 20-30% അവർ കൂടുമായിരിക്കും. അതിന് മേളില് വളരെ ഡിഫിക്കൽട്ട് ആണ്. സോ അങ്ങനെ നോക്കുമ്പോ ഇവിടെ നമുക്ക് കിട്ടുന്നത് 220% ആണ്. ഞാൻ പറഞ്ഞതൊക്കെ ഒരു വർഷത്തിന്റെയാണ്. ഇവിടെ എല്ലാം 220% ആണ്. അൺകമ്പയറബിൾ ആണ്. എന്ന് വെച്ചാല് ഈ പറഞ്ഞ 14 പേരെ കൊണ്ടുവരാൻ നമുക്ക് ഒരു കൊല്ലം എന്തായാലും ആവശ്യമില്ല, അല്ലെ? മാക്സിമം നിങ്ങളുടെ സ്പീഡ് വെച്ചിട്ട് അത് ഒരു ദിവസത്തിലാവാം, ഒരാഴ്ചയിലാവാം, ഒരു മാസത്തിലാവാം, മാക്സിമം 2-3 മന്ത്സ് ആവാം. പക്ഷെ ഈ 3 മാസത്തിൽ നമുക്ക് ഇത്രയും പെർസെന്റേജ് കിട്ടുകയാണെങ്കിൽ വേറെ ഏത് ബിസിനസ്സാണ് നമുക്കുള്ള ഫ്രണ്ട്സ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനിയിപ്പോ ഒരു പക്ഷെ നിങ്ങൾ തന്നെയാണ് ഈ 14 പേരെയും കൊണ്ടുവന്ന് വെച്ചാൽ എന്താ നടക്കുക എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ലോട്ടിലും നിങ്ങൾക്ക് ഒരു അഡീഷണൽ 30% രണ്ടാമത്തെയും 3ാമത്തെയും സ്ലോട്ടിൽ കിട്ടും. ബിക്കോസ് ഇതെല്ലാം നിങ്ങളാണ് ഡയറക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് സ്ഥിതിക്ക്. സോ ലെവൽ 1ല് 100%, ലെവൽ 2ല് 160% ആൻഡ് ലെവൽ 3ല് 320%. ടോട്ടൽ 580%. ഈ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചു മുമ്പ് കണ്ട മാതിരി 7, 8, 10, 20, 30% വർഷത്തിൽ കിട്ടുന്ന സമയത്താണ് നമുക്ക് ഇവിടെ 580% വരെ കിട്ടാനുള്ള സ്കോപ്പ് ഉള്ളത്. പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യണം ഫ്രണ്ട്സ്? ഇനിയും എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഇനിയും എന്താണ് ഒരു ഒക്കേഷൻ നിങ്ങൾക്ക് വരേണ്ടത്? ഇനി അടുത്ത വിഷുവിൽ തുടങ്ങാന്നാണോ? അടുത്ത ഓണത്തിൽ തുടങ്ങാന്നാണോ? വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു കംപ്ലീറ്റ് കംഫർട്ട് സോണിലുള്ള ആൾക്കാർ കുറെ പേരുണ്ട്. നിങ്ങളിപ്പോ 1 മാസം ചെയ്തില്ല, 3 മാസം ചെയ്തില്ല, 6 മാസം ഒന്നും ചെയ്യാണ്ടിരുന്നാല് പിന്നെ നമ്മുടെ കുറ്റം മുഴുവൻ കോയിൻഫോർജിലും നമ്മുടെ ലീഡേഴ്സിന്റെ മേളിലാണ് വരിക. നിങ്ങൾ ചെയ്യേണ്ട പണി കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ ബിസിനസ്സിൽ കിട്ടുന്ന ഇൻകം മാതിരി വേറെ എവിടെയില്ല. പിന്നെ ഞാൻ ഒരു ടേബിൾ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടേബിൾ ഒരുപക്ഷെ കുറച്ച് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കാം. ദാറ്റ് ഇസ്, ഞാൻ ഒരു സ്ലോട്ട് വാങ്ങുകയാണെങ്കിൽ എനിക്ക് എത്ര കിട്ടണം എന്നാണ്. ദാറ്റ് ഇസ്, ഒരു സ്ലോട്ടിന്റെ റേറ്റ് $15 ആണ്. ആദ്യത്തെ സ്ലോട്ട് റാദർ. ഈ ആദ്യത്തെ സ്ലോട്ടിന് 1410 റുപ്യാണ് ഒരു സ്ലോട്ടിന്, അല്ലെ? അതായത് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് കിട്ടുന്നത് 80% ആണ്. എന്ന് വെച്ചാൽ 1128 റുപ്യാണ് ഒരാളെ കൊണ്ടുവരുമ്പോ. രണ്ടാമത്തെ ആളെ കൊണ്ടുവരുമ്പോ എനിക്ക് ഇനി വീണ്ടും ഒരു 1128. ഫൈനലി 2 പേരെ കൊണ്ടുവരുമ്പോ എനിക്ക് കിട്ടുന്നത് 2256 റുപ്യാണ്. ഇൻവെസ്റ്റ് ചെയ്തത് 1400, തിരിച്ചു കിട്ടുന്നത് 2256.
ഇപ്പൊ അതായത് ഞാൻ 2 സ്ലോട്ട് ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ അതിന്റെ റേറ്റ് 3760 ഒരാളെ കൊണ്ടുവന്നാൽ എനിക്ക് 2300 അങ്ങനെ തന്നെ രണ്ടാമത്തെയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4600. ഇങ്ങനെ ഒരു കമ്പാരിസൺ കാണിച്ചു കൊടുത്താൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് നമ്മുടെ 5 സ്ലോട്ട് വാങ്ങുമ്പോഴാണ്. ദാറ്റ് ഇസ് ആ 200 എന്നുള്ള കാണുന്ന ആ ലെവലില് 15, 25, 50, 100, 200 വാങ്ങുമ്പോൾ എന്റെ ഇൻവെസ്റ്റ്മെന്റ് 36,660. ആ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ചെയ്യുമ്പോൾ ഒരാളെ കൊണ്ടുവരുമ്പോൾ തന്നെ എനിക്ക് 27,000 റുപ്യ കിട്ടുന്നു എന്നുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അങ്ങനെ രണ്ടാമത്തെ ആള് വരുമ്പോൾ മൊത്തം 54,000 റുപ്യ. ഇന്ന് ഏത് ബിസിനസ് ആണ് നമുക്ക് ഒരു 2 വ്യക്തികളെ കൊണ്ടുവരുമ്പോൾ ഇത്രയും പ്രോഫിറ്റ് കിട്ടാൻ എനിക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേ സമയത്ത് നമുക്ക് മൊത്തം സ്ലോട്ട് വാങ്ങണമെങ്കിൽ 2,90,000. ഇതിന്റെ എക്സ്പേർട്സ് കുറെ ആൾക്കാരുണ്ട് ഇവിടെ അല്ലെ. ആ 8 സ്ലോട്ടിലെ അവർ ക്ലോസ് ചെയ്യുള്ളൂ ആൾക്കാര്. സോ അങ്ങനെ ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ ഒരാളെ കൊണ്ടുവരുമ്പോൾ തന്നെ 1,96,000 റുപ്യാണ്. ടോട്ടൽ 3,92,000. 2 പേരെ കൊണ്ടുവരുമ്പോൾ 3,92,000 റുപ്യ. ഇന്ന് എത്രയോ ആൾക്കാർക്ക് അറിയാം 3 ലക്ഷം എന്നുള്ളത് ഒരു പെട്ടിക്കട പോലും നമ്മൾക്ക് റെഡിയാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ്. ഈ പെട്ടിക്കട വന്നാൽ പോലും ആ ഇൻവെസ്റ്റ്മെന്റ് 4-5 ലക്ഷം റുപ്യ അല്ലാണ്ട് ഒരു പെട്ടിക്കട നമുക്ക് വെക്കാൻ പറ്റില്ല അല്ലെ. അത് തിരിച്ചെടുക്കാൻ തന്നെ 1-2 കൊല്ലം ആവും. അതിന് രാവിലെ 6 മണിക്ക് പോയി ആ കടയിൽ ഇരുന്ന് രാത്രി 10 മണി വരെ ഇരിക്കുന്ന ഒരു അവസരമാണ്. ഇവിടെ എനിക്ക് കിട്ടുന്നത് വെറും 2 പേരെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടിലും ഓൾമോസ്റ്റ് 1 ലക്ഷം റുപ്യ കൂടുതലാണ്. സോ പേ ഔട്ട് ഫോർ ബ്രിങ്ങിങ് 2 ഡയറക്ട്സ്, 2 ഡയറക്റ്റ് ഓൾ സ്ലോട്ട്സിൽ കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് 4 ലക്ഷം റുപ്യാണ് ഫ്രണ്ട്സ്. നമ്മൾ എന്തിന് സ്വപ്നം കണ്ടൂടാ? എന്ത് വേണമെങ്കിലും കാണാനുള്ള ഒരു പവർ ഇല്ലേ ഇപ്പൊ? അത് നമ്മുടെ കയ്യിലുള്ളത്. എംപവർ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ സപ്പോർട്ടും ഗൈഡൻസും കോൺടെസ്റ്റും ട്രെയിനിങ്സും എല്ലാം ചെയ്തു തരുന്നുണ്ട് അല്ലെ. സോ നമ്മൾക്ക് ദൈവം എന്തൊക്കെ രീതിയിലാണ് വന്ന് നമുക്ക് കാണിച്ചു തരാന്ന് പറയാൻ പറ്റില്ല. ദൈവം ഡയറക്റ്റ് ആയിട്ട് വന്ന് കാണില്ലല്ലോ. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ടും പോകേണ്ടത്. സോ ഇതൊരു ചെറിയൊരു ടേബിൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുക. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ വളരെ ശക്തമായിട്ട് കോയിൻഫോർജിന്റെ ഈ പറഞ്ഞ എനർജി ടോക്കൺ എന്നുള്ളത് കുറച്ചു പേര് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. നല്ല ടീച്ചറും പറഞ്ഞിരുന്നു, ഷൈജി ടീച്ചർ, 1 ലക്ഷം കോയിൻ റീച്ച് ചെയ്യണതാണ് അവരുടെ ഗോൾ എന്നുള്ളത്. അതിന് ഇമ്പോർട്ടൻസ് വളരെ നല്ല രീതിയിൽ പറഞ്ഞിരുന്നു. സോ ഇവിടെ നമ്മൾക്ക് അറിയേണ്ടത് ഈ പറഞ്ഞ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഒരു $1000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 500 ടോക്കൺ ആണ്, 50% ആണ്. പക്ഷെ ഞാൻ ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോ ആ പുള്ളി ഒരു $1,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 750 ടോക്കൺ ആണ്. എന്ന് വെച്ചാൽ 75% ആണ് എനിക്ക് ടോക്കൺ കിട്ടുന്നത്. സോ ഡയറക്റ്റ് റെഫറൻസിന് ബിക്കോസ് ഈ പറഞ്ഞ ആക്ടിവേഷൻ എന്നുള്ളത് 1 ടൈം ആണ്. നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ എന്നാൽ മറ്റുള്ള കമ്പനിമാരി റിന്യൂവലോ അല്ലെങ്കിൽ ടോപ്പ് അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. റീപർച്ചേസ് അങ്ങനത്തെ ഒരു സംഗതി ഇല്ല അല്ലെ. സോ നമ്മൾ ചെയ്യണത് 50% എന്നുള്ളത് 1 ടൈം ആണ്. പക്ഷെ നമ്മൾക്ക് എത്ര പേര് വേണമെങ്കിലും ഡയറക്റ്റ് റെഫറൽ കൊണ്ടുവരാം അല്ലെ. ആ റെഫറൽ എത്ര പേര് വന്നാലും എനിക്ക് കിട്ടുന്നത് 75% എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഈ 1 ലക്ഷം എന്നുള്ളത് 100% അച്ചീവബിൾ ആണ്. അത് എപ്പോഴാണെന്നാണ് ചില ആൾക്കാർ വേഗം കിട്ടും, കുറച്ച് ആൾക്കാർക്ക് സമയം കിട്ടും. പക്ഷെ ആ $1 lakh നാളെ എന്തായിട്ട് മാറും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ കൊല്ലത്തിന്റെ എൻഡ് ആവുമ്പോഴേക്കും ഇതിന്റെ ലിസ്റ്റിങ്ങും അതിന്റെ ഒരു ട്രേഡിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ ഇതിന്റെ ലോഞ്ച് പ്രൈസ് തന്നെ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു $0.5 എന്നാണ്. അപ്പൊ നമ്മുടെ ഒരു 1 ലക്ഷം കോയിൻ ഉണ്ടെങ്കിൽ അത് ഒരു $50,000 എന്ന് പറയുന്നത് ചെറിയ പൈസയല്ല അല്ലെ, ഹ്യൂജ് മണി. സോ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് അത് കൊണ്ടു നടക്കാൻ നോക്കുക. ഫോർജ് റേസിലും ഫോർജ് റിവോൾവിലും എല്ലാ സ്ലോട്ടും വാങ്ങുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ജെനിസിസ് എന്നുള്ള റോയൽറ്റീന് എലിജിബിൾ ആയിരിക്കുന്നത്. ജെനിസിസ് എന്നുള്ള ലെവലെത്തും. ആ ലെവൽ എത്തിയവരെല്ലാവർക്കും റോയൽറ്റി കിട്ടാനുള്ള എലിജിബിലിറ്റി കിട്ടി. പക്ഷെ പൈസ കയ്യിൽ വേണമെങ്കിൽ നമ്മുടെ താഴെയുള്ള ഏതെങ്കിലും ഒരു 5 പേര്, നമ്മൾ 10 പേരെ കൊണ്ടുവന്നിട്ടുണ്ടാവാം, 100 പേരെ കൊണ്ടുവന്നിട്ടുണ്ടാവാം. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു 5 പേര് ഈ പറഞ്ഞ ജെനിസിസ് എന്നുള്ള ലെവൽ എത്തിയാൽ നിങ്ങൾ ഒരു പയനിയർ എന്നുള്ള ഒരു ലെവൽ ആവുകയാണ്. പയനിയറിന് 20% ഈ പറഞ്ഞ റോയൽറ്റി ഫണ്ടിന്ന് ഡിസ്ട്രിബ്യൂഷൻ വരിക. പറഞ്ഞ മാതിരി തന്നെ ജാനുവരി 1-ാം തീയതി ഒരു 17 പേർക്ക് നമ്മുടെ റോയൽറ്റി കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് വീണ്ടും വീണ്ടും കുറച്ചായിട്ട് ഇംപ്രൂവ് ആവും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പയനിയറിന് എനിക്ക് വിഷണറി ആവണമെങ്കിൽ ആ പറഞ്ഞ അമൗണ്ട് വളരെ കൂടുതലായിട്ട് ജമ്പ് ചെയ്യും. കാരണം അവിടെ വിഷണറി എന്നുള്ളത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ.
പയനിയറിന്റെ അത്ര ആൾക്കാരില്ല. സോ ആ വിഷണറി എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് വരുമ്പോൾ അമൗണ്ട് നല്ല കൂടുതലായിട്ട് കിട്ടും. ഈ പ്രാവശ്യം ഒറ്റ വിഷണറി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ആ പുള്ളിക്ക് നല്ല അമൗണ്ട് കിട്ടി. റൈറ്റ്. സോ അതാണെങ്കിൽ 30% ടോട്ടൽ ഫണ്ടിനെയാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുന്നത്. R3 എന്നുള്ളതാണ് ഫൈനൽ വൺ. അത് ട്രെയിൽ ബ്ലേസർ എന്നുള്ള ഒരു വിഷയമാണ്. ആ ട്രെയിൽ ബ്ലേസറിൽ നമുക്ക് കിട്ടുന്നത് 50%, 50%. സോ ആ 50% എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡ്രീം ഇതാണ്. അന്നും നമ്മുടെ മെയിൻ ലീഡേഴ്സ് എല്ലാവരുടെയും യുനോ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ട്രെയിൽ ബ്ലേസർ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. സോ ഇവിടേക്ക് ആയിരിക്കണം നമ്മൾ എത്താൻ നോക്കേണ്ടത്. ട്രെയിൽ ബ്ലേസർ എന്നത് വേറൊന്നുമല്ല, നമ്മുടെ താഴെയുള്ള ഏതെങ്കിലും ഒരു 5 പേര് ഒരു വിഷണറി ആയാൽ നമ്മൾ ഒരു ട്രെയിൽ ബ്ലേസർ ആയി. പ്രോപ്പർ ആയിട്ട് അതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ നമുക്കൊക്കെ അറിയാം എന്താണോ പറഞ്ഞത് അത് പ്രകാരം അവർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഫോർജ് റേസ് വരും എന്ന് പറഞ്ഞു, വന്നു. ഫോർജ് റിവോൾവ് രണ്ടാമത്തെ പ്രോജക്ട് വരും പറഞ്ഞു, വന്നു. റോയൽറ്റി 1-ാം തീയതി മുതൽക്ക് തരും എന്ന് പറഞ്ഞു, തന്നു. ഇനിയിപ്പോ അടുത്തത് എന്താണെന്ന് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഓരോ മൈൽ സ്റ്റോണും അവര് പടിവെച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനദർ റോഡ് മാപ്പ് മൈൽ സ്റ്റോൺ കംപ്ലീറ്റഡ്. ശരിക്കും ഇതൊരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷയമാണ് കോയിൻഫോർജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ പറയുന്നത് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു വിഷയമാണ്. മാനിപ്പുലേഷൻ എന്നുള്ളൊരു കാര്യത്തിന് ഒരു ചാൻസും ഇല്ല, നോ റിസ്ക്. ഈ പറഞ്ഞ ബിസിനസ്സിൽ കംപ്ലീറ്റ് ഫണ്ട് കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. ഇതിനു മുമ്പും പറഞ്ഞിരുന്നു, ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആയ സ്ഥിതിക്ക് ഇത് ഫണ്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ്. ആൻഡ് മോർ ഇമ്പോർട്ടന്റ്ലി അൺലിമിറ്റഡ് ഏർണിംഗ് പൊട്ടൻഷ്യൽ. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ ഫുൾ കൺട്രോൾ ഓവർ ഫണ്ട്സിൽ ഞാൻ പറയുമ്പോൾ ഒന്നും കൂടി വീണ്ടും എല്ലാ ലീഡേഴ്സും പറയണത് തന്നെയാണ് നമ്മൾ പറയണത്. നിങ്ങളുടെ വാലറ്റിന്റെ ആ 12 കീ ഫ്രേസ് പോയാൽ എല്ലാം പോയി. ആ 12 കീ ഫ്രേസ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ട്, അതുകൊണ്ട് സേഫ് ആണ് എന്ന് വിചാരിച്ചാൽ തെറ്റാണ്. അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാം, കളഞ്ഞു പോവാം, കംപ്ലീറ്റ് മൊബൈൽ സീസ് ആവാം. അതുകൊണ്ട് എവിടെയെങ്കിലും നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എഴുതി വെക്കുക. പെട്ടെന്ന് കിട്ടുന്ന സ്ഥലത്ത്, നിങ്ങൾക്ക് മാത്രം അറിയുന്ന സ്ഥലത്ത് എഴുതി വെക്കുക, സേഫ് ആയിട്ട് വെക്കുക. ഓക്കെ. അതേമാതിരി നമ്മൾ അപ്ലയൻസിനോടും ഒരു റിക്വസ്റ്റ്, പണ്ടും അതെ ഇന്നും അതെ എപ്പോഴും അതെ നമ്മൾ അതാ പറയുക, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യല്ലേ. കുറെ ആൾക്കാർക്ക് അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറയണ ഇത് കേൾക്കാറുണ്ട്. പക്ഷെ അത് 100% ശരിയല്ല. ഇപ്പൊ നാളെ എന്തെങ്കിലും കാരണവശാൽ ആ പർട്ടിക്കുലർ പേഴ്സണ് ഫണ്ട് ലൂസ് ആയാൽ നേരെ വന്ന് ഡൗട്ട് ചെയ്യണത് നിങ്ങളെ ആയിരിക്കും. സോ അപ്ലയൻസ് ഇത് വളരെ ശ്രദ്ധിക്കുക. അതേമാതിരി പുതിയതായിട്ട് വന്ന ആൾക്കാര് ഇതൊരു ഇതായിട്ട് നോക്കുക. റൈറ്റ്. അത് സേഫ് ആയിരിക്കണം എന്ന് നോക്കുക. പിന്നെ ഫൈനൽ സ്ലൈഡ് ആണ് ഇത്. ദ ഫ്യൂച്ചർ ഇസ് ബീങ് ബിൽറ്റ് ഓൺ ഡീസെൻട്രലൈസേഷൻ. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു സ്ലൈഡാണ്. ഇത് നമ്മുടെ കോയിൻഫോർജിന്റെ ഇതിലെല്ലാം വന്നിരിക്കുന്നത്. ദ ഫ്യൂച്ചർ ഇസ് ബീങ് ബിൽറ്റ് ഓൺ ഡീസെൻട്രലൈസേഷൻ. ലോകം മുഴുവൻ ഡീസെൻട്രലൈസേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ദ ക്വസ്റ്റ്യൻ ഇസ്, will you just watch or be a part of it? നിങ്ങൾ വെറും നോക്കുന്ന ഒരാളായിട്ടാണോ മാറാൻ പോണ, അതോ അതിലൊരു പാർട്ടായിട്ട് ഒരാളായിട്ട് മാറുകയാണോ എന്നാണ് വിഷയം. റൈറ്റ്. എക്സാക്ട്